ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ബ്ലോഗൻ വില്ലയെക്കുറിച്ചാണ്. കേരള കാലാവസ്ഥ ഏറ്റവും മനോഹരമായി വളരുന്ന ചെടികളിലൊന്നാണ് ബ്ലോഗൻ വില്ല. കടലാസ് ചെടി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് നിറങ്ങൾ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വയലറ്റ്, പല വെറൈറ്റി കളറുകളുണ്ട്. നല്ല രസമാണ്. നമ്മുടെ ഗാർഡനിൽ മനോഹരമാക്കാൻ ഇതുപോലെ ഒരു 4-5 ചെടിച്ചട്ടികളിൽ വെക്കുന്നത് അതിമനോഹരമാണ്. വളർത്തുന്ന രീതിയും പരിചരണവും. സൂര്യപ്രകാശം ദിവസവും കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ഇവ നട്ടുപിടിപ്പിക്കുവാൻ. ബ്ലോഗൻ വില്ലയ്ക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മണ്ണ് നന്നായി ഉണങ്ങിയ ശേഷമേ മാത്രമേ നനയ്ക്കാവൂ. അമിതമായി നനച്ചാൽ പൂക്കൾ പകരം ഇലകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വെള്ളം കെട്ടിക്കിടക്കാത്ത നീർവാഴ്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ചെടി പടർന്ന് പന്തലിക്കാതിരിക്കാൻ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്ന കൃത്യസമയത്ത് കൊമ്പ് കോതി നിർത്തുക. വളം കൊടുക്കുന്നത് എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടി എന്നിവ മിശ്രിതമാണ് നൽകുന്നത്. പൂക്കൾ നിറയെ ഉണ്ടാകാൻ സഹായിക്കുന്നു. 19-19 പോലുള്ള വളങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെടിയിൽ പലതരം പൂക്കൾ ഒരുമിച്ചുണ്ടാകും. അതുപോലെ തന്നെ ചെടി ആകർഷകമായ ആകൃതി രൂപപ്പെടുത്താം. അടിപൊളി രസമാണ്. വേനൽക്കാലത്താണ് ഇതിൻ്റെ ഒരു കാഴ്ച അതിമനോഹരമാണ്. ചെടിയിൽ പൂക്കൾ നിറയെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ പരമ്പരാഗത ബ്ലോഗൻ വില്ല കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ സങ്കരയിനം ബ്ലോഗൻ വില്ല ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. നല്ല രസമായ കളർ അല്ലേ? അടിപൊളി കളറാണ്. ഗാർഡനിൽ പല വെറൈറ്റി കളറിലുള്ള ചെടികൾ നട്ട് വളർത്തുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. വേനൽക്കാലത്ത് ഗാർഡൻ അതിമനോഹരമാക്കാൻ ഇതുപോലുള്ള ചെടികൾ. വൈറ്റ് കളർ നല്ല ഭംഗിയാണ് ഗാർഡനിൽ നിൽക്കുന്നത് കാണാൻ. ഇടവിട്ട് വ്യത്യസ്തമായ കളറുകൾ വെച്ച് ഗാർഡൻ അതിമനോഹരമായിട്ട് നമുക്ക് സെറ്റാക്കാം. എനിക്ക് 2 സൈസ് വെറൈറ്റി 2 സൈസാണ് ഇവിടെ ഉള്ളത്. 2 സൈസ് ഞാൻ ഇതുപോലെ കഴിഞ്ഞ വട്ടം 1 വർഷമായി ഇത് മേടിച്ചിട്ട്. നല്ല രസമാണ് അത് കാണാനായിട്ട്. പൂക്കൾ കാണാൻ വേനൽക്കാലത്ത് തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് കാണാൻ അതിമനോഹരമാണ്. നമ്മൾ വളർച്ചയുടെ അനുസരിച്ച് നമ്മൾ ചട്ടി വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. അടിവളം കൊടുത്തിട്ട് ഇത് മാറ്റി നടുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ കൊച്ചു ചട്ടിയിലാണ് ഇതിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ അത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് മാറ്റണം. ഇതുപോലുള്ള കടലാസ് ചെടികൾ നമ്മൾ ഗാർഡനിൽ മേടിച്ച് വെക്കുന്നത് നല്ല രസമായിരിക്കും. എനിക്ക് ഈ 2 കളർ ഭയങ്കര ഇഷ്ടമാണ്. അതിനാണ് ഈ 2 കളർ ഞാൻ സെലക്ട് ചെയ്ത് മേടിച്ചത്. 2 കളറൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്. അടുത്തടുത്താണ് വെച്ചിരിക്കുന്നത് ചെടിച്ചട്ടികൾ. ഈ വട്ടമാണ് നിറയെ പൂക്കളുണ്ടായി. എല്ലാ വട്ടവും 1-2 സൈഡിൽ പൂക്കളുണ്ടാകും. ഈ വട്ടം നല്ല നിറയെ പൂക്കളുണ്ടായി. ഒരു 4 വട്ടം ഇതിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെടിയിലാണ് ഈ കളറാണ് കൂടുതലുണ്ടായത്. അത് കാണുമ്പോൾ തന്നെ എത്ര കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്. പിന്നെ കാണാം.